അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ബ്രസീലിനെതിരെ ചരിത്ര വിജയം സ്വന്തമാക്കി ജപ്പാൻ. ജപ്പാനിലെ അജിനോമോട്ടോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്കായിരുന്നു ജപ്പാന്റെ വിജയം. ഈ വിജയം ജപ്പാന്റെ ബ്രസീലിനെതിരായ ആദ്യത്തെ ഔദ്യോഗിക വിജയമാണ്. ഹാഫ് ടൈമിന് 2 ഗോളുകൾക്ക് പിന്നിലായിരുന്ന ജപ്പാൻ രണ്ടാം പകുതിയിൽ അത്ഭുതകരമായ കംബാക്ക് നടത്തുകയായിരുന്നു. ആദ്യ പകുതിയിൽ 26-ാം മിനിറ്റിൽ ബ്രൂണോ ഗ്യൂമറസിന്റെ മനോഹരമായ ത്രൂ ബോളിലൂടെ പൗളോ ഹെൻറിക്കോ ബ്രസീലിന്റെ ആദ്യ ഗോൾ നേടി. 32-ാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി ലൂക്കാസ് പക്കേറ്റയുടെ അസിസ്റ്റിൽ രണ്ടാം ഗോളും നേടി. രണ്ടാം പകുതിയിൽ ജപ്പാന്റെ കളി ആക്രമണാത്മകമായി. 52-ാം മിനിറ്റിൽ ബ്രസീൽ ഡിഫൻസിന്റെ പിഴവ് മുതലെടുത്ത് ടാക്കുമി മിനാമിനോ ഒരു ഗോൾ നേടി. 62-ാം മിനിറ്റിൽ ഹലുദോവൻ, ജുന്യോ ഇറ്റോ എന്നിവരുടെ സഹായത്തോടെ കെയ്റ്റോ നക്കാമുര സമനില ഗോൾ കണ്ടെത്തി. 71-ാം മിനിറ്റിൽ ജുന്യോ ഇറ്റോയുടെ കോർണർ കിക്കിൽ അയാസെയുഡ ഹെഡറിലൂടെ ജപ്പാന്റെ വിജയ ഗോൾ നേടി. മത്സരത്തിലെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 67% ബോൾ പൊസിഷൻ ബ്രസീലിനായിരുന്നു. എന്നാൽ ബ്രസീൽ ആകെ 8 ഷോട്ടുകൾ മാത്രമാണ് മത്സരത്തിൽ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 739 പാസുകൾ 90% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. ജപ്പാനാകട്ടെ 15 ഷോട്ടുകളാണ് ആകെ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 349 പാസുകൾ 84% കൃത്യതയോടെ ജപ്പാൻ പൂർത്തിയാക്കി. മത്സരം ബ്രസീലിന്റെ പ്രതിരോധത്തിലെ ദൗർബല്യങ്ങളെ തുറന്നുകാട്ടിയപ്പോൾ ജപ്പാന് ഈ വിജയം ലോകകപ്പ് ഒരുക്കങ്ങൾക്ക് ആവേശം കൂട്ടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.